മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മുൻപിൽ സൗദി പോലീസിലെ ഉദ്യോഗസ്ഥർ വിനയാന്വിതനായി നിന്ന് ബദറിലെ കവാടങ്ങൾ തുറന്നു കൊടുത്ത സംഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ എന്ന ആ മഹാന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയിൽ നിന്നുണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 1985 ഷംസുൽ ഉലമയും ഭാര്യയും ഉൾപ്പെടുന്ന 7 പേരടങ്ങുന്ന ഒരു സംഘം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നത്. ഹജ്ജൊക്കെ കഴിഞ്ഞു അവർ മദീനയിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനുള്ള യാത്രയിലാണ്. ഈമാൻ പ്രകാശിച്ചു നിൽക്കുന്ന ശംസുൽ ഉലമയെ കണ്ട സ്വദേശിയായ സൗദി പൗരൻ, ഒരു അറബി സഹോദരൻ ശംസുൽ ഉലമയുമായി പരിചയപ്പെടുന്നു. അവരുടെ വലിയ വാഹനത്തിൽ മദീനയിലേക്ക് പോകാമെന്നവർ പറയുന്നു. ഷെയ്ഖുന ശംസുൽ ഉലമ അത് സമ്മതിക്കുന്നു. പഴയ വഴിയിലൂടെ മദീനയിലേക്ക് പോകണമെന്നാണ് ശംസുൽ ഉലമയുടെ നിർദ്ദേശം. അറബ് പൗരൻ അത് കേൾക്കുന്നു. പരിശുദ്ധ മഹാന്മാരായ ബദർ ശുഹദാക്കളെ സന്ദർശിക്കലാണ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യം. മദീനയിലേക്ക് പോകും വഴി പഴയ വഴിയിലൂടെ പോയാലാണ് മഹാന്മാരായ ബദരീങ്ങളെ സന്ദർശിക്കാൻ കഴിയുക. ബദർ പ്രദേശത്തെത്തിയപ്പോൾ കൂടെയുള്ള സ്ത്രീകളോട് വാഹനത്തിലിരിക്കാൻ ഷെയ്ഖുന ശംസുൽ ഉലമ പറയുന്നു. പുറത്തിറങ്ങി. ബദർ അന്ന് പോലീസ് നിരീക്ഷണത്തിലാണ്, സന്ദർശനമൊന്നും പാടില്ലാത്ത സമയം. പുറത്തിറങ്ങിയപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്ന ബദറിലേക്ക് നടക്കുന്നു. പോലീസുകാർ വഴിമാറിക്കൊടുക്കുന്നു. പൂട്ട് തുറന്ന് അകത്ത് കയറാൻ ഷെയ്ഖുന ശംസുൽ ഉലമയെ സമ്മതിക്കുന്നു. ശംസുൽ ഉലമയും ഒപ്പമുള്ളവരും അകത്തു കയറുന്നു. ഒരു വിലക്കുമില്ല. മഹോന്നതരായ ബദർ ശുഹദാക്കളെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഷെയ്ഖുന ശംസുൽ ഉലമ നടന്നെടുക്കുന്നു. കയ്യിൽ കരുതിയ തസ്ബീഹ് മാല മറിച്ചു മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ നാമങ്ങൾ, പേരുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവരെ തവസ്സുലാക്കി ദുആവും ചെയ്തു. എല്ലാം കണ്ടുനിന്ന അറബിയും ഉദ്യോഗസ്ഥരും പകച്ചുപോയി. അവരെല്ലാം ശംസുൽ ഉലമക്ക് ഏറെ ബഹുമാനാദരവുകൾ നൽകുന്നു. മദീനയിലെത്തി ഷെയ്ഖുന ശംസുൽ ഉലമ അവിടെ നിന്ന് യാത്ര പോയി. മദീനയിലെത്തിയപ്പോൾ ബാബു ആയിഷയുടെ സമീപമായി ഇരുന്ന് ഷെയ്ഖുന ശംസുൽ ഉലമ ചെറിയ കൊച്ചുകുട്ടികളെ പോലെ പുണ്യനബിയെ വിളിച്ച് പൊട്ടി കരയുന്നു. കൂടെയുള്ളവർക്ക്, കൂടെ പരിശുദ്ധമായ ഹജ്ജിന് വന്നവർക്ക് ആശ്വസിപ്പിക്കാനായില്ല. ശംസുൽ ഉലമ എന്ന സമസ്തയുടെ സെക്രട്ടറി നിലപാടുകളിൽ കാർക്കശ്യം കാണിച്ച, പല സന്ദർഭങ്ങളിലും ഗൗരവരൂപം കാണിക്കുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ പടച്ചവന്റെ മുന്നിലും പുണ്യനബിയുടെ മുൻപിലും വലിയ വിനയാന്വിതനായിരുന്നു. ഈ സംഭവം ഷെയ്ഖുന ശംസുൽ ഉലമയുടെ കൂടെ സേവകനായി യാത്ര ചെയ്ത എ.വി. ഉസ്താദ് ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞ സംഭവമാണ്. നോക്കൂ നിങ്ങൾ, നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിനെ പേടിച്ച മഹാന്മാരായ അള്ളാഹുവിന്റെ സൂഫിയാക്കളും ഔലിയാക്കളുമായ ആളുകൾ, അവർ എവിടെ ചെന്നാലും അവർക്ക് മുൻപിൽ ഏതു വാതിലുകളും തുറക്കപ്പെടും. ബദറിൽ സന്ദർശനം വിലക്കപ്പെട്ട സമയത്ത് പോലും, ബദറിലേക്ക് ചെന്നിറങ്ങിയപ്പോൾ പോലും ആ പോലീസുകാർ വിനയാന്വിതരായി ആ ഷെയ്ഖുന ശംസുൽ ഉലമക്ക് വേണ്ടി വാതിലുകൾ, ഗേറ്റുകൾ തുറക്കപ്പെട്ടു കൊടുക്കുന്നു. മാത്രമല്ല, അവർ അള്ളാഹുവിന്റെ മുൻപിലും മുത്തുനബിയുടെ മുൻപിലും കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, നമുക്കും അങ്ങനെ ദുആ ചെയ്യാൻ കഴിയണം. നമുക്കും വളരാൻ കഴിയണം. അവരെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ കഴിയണം. ആ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മേൽ ഫാത്തിഹ ഓതാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.